ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 7201 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7120 പേർക്ക് രോഗമുക്തി. 28 മരണം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.41%. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5,16,000 മുകളിൽ മാത്രം. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എംഎൽഎ MC കമറുദ്ദീനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ISROയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-1 വിജയകരമായി വിക്ഷേപിച്ചു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ പീഡനത്തിനിരയായ 6 വയസ്സുകാരിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്നതായി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 7201 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7120 പേർ രോഗമുക്തി നേടി. 28 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,051 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളത്ത് 1042 കോഴിക്കോട് 971 തൃശൂരിൽ 864 കോവിഡ് ബാധിതരാണ് ഇന്നുള്ളത്. തിരുവനന്തപുരത്ത് 719 ആലപ്പുഴയിൽ 696 മലപ്പുറത്ത് 642 രോഗബാധിതരുണ്ട്. 83,261 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 3,95,000 പേർ ഇതിനകം രോഗമുക്തി നേടി. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 50,000-ലധികം പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5,16,000 മുകളിലാണ്. 92.41% രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക്. 84,62,000 പേർക്ക് രാജ്യത്ത് ഇതിനകം കോവിഡ് ബാധിച്ചിട്ടുണ്ട്. ആകെ മരണസംഖ്യ 1.25 ലക്ഷം കടന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ഗവർണർ ട്വിറ്ററിലൂടെ അറിയിച്ചു. കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ താനുമായി സമ്പർക്കത്തിൽ വന്നവർ നിരീക്ഷണത്തിൽ പോകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എംഎൽഎ MC കമറുദ്ദീനെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് ASP വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് 3 മണിയോടെയായിരുന്നു അറസ്റ്റ്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി P ജഗന്നിവാസൻ. ഇന്ന് രാവിലെയാണ് കമറുദ്ദീനെ ചോദ്യം ചെയ്യാനായി ASP ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കമറുദ്ദീനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ASP വിവേക് കുമാർ പറഞ്ഞു. 800ഓളം നിക്ഷേപകരിൽ നിന്നായി 150 കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്നാണ് MC കമറുദ്ദീനും പൂക്കോയ തങ്ങൾക്കുമെതിരെയുള്ള പരാതി. ചതി, വഞ്ചന തുടങ്ങിയ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്താണ് MC കമറുദ്ദീൻ MLA ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈകിട്ടോടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ചന്തേര പോലീസ് രജിസ്റ്റർ ചെയ്ത 4 കേസുകളിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. 15 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചന്തേര, കാസർഗോഡ്, ബേക്കൽ, പയ്യന്നൂർ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലായി MLAക്കെതിരെ 115 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് MC കമറുദ്ദീൻ MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിങ്കളാഴ്ച കേസ് ഹൈക്കോടതിയിൽ വരുന്നതിന് സർക്കാർ കാത്തുനിന്നില്ലെന്നും അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല എന്നും MLA ആരോപിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ നോട്ടീസ്. ലൈഫ് പദ്ധതിയിൽ ഇടപെടാനുള്ള EDയുടെ നീക്കം സഭയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് നോട്ടീസിൽ പറയുന്നു. 7 ദിവസത്തിനുള്ളിൽ നോട്ടീസിന് ED മറുപടി നൽകണം. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 54.06% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 15 ജില്ലകളിലെ 78 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 3 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഈ മാസം 10-ന് നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-1 ISRO വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വൈകുന്നേരം 3:12-നായിരുന്നു വിക്ഷേപണം.
വിശദാംശങ്ങളിലേക്ക്. ISROയുടെ PSLV-C-49 വിക്ഷേപണ വാഹനമാണ് EOS-1 ഭ്രമണപഥത്തിലെത്തിച്ചത്. EOS-1നൊപ്പം 9 വിദേശ നിർമ്മിത ഉപഗ്രഹങ്ങളെയും PSLV ഭ്രമണപഥത്തിലെത്തിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് വിക്ഷേപണം 10 മിനിറ്റോളം വൈകിയിരുന്നു. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ EOS-1 575 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിക്കാൻ ദൌത്യത്തിന് കഴിഞ്ഞു. കൃഷി, വനപരിപാലനം, ദുരന്ത നിവാരണം എന്നിവയിൽ EOS-1 ഉപഗ്രഹം പ്രയോജനകരമാകും. അമേരിക്ക, ലിത്വാനിയ, ലക്സംബർഗ് തുടങ്ങിയ രാജ്യങ്ങളുടേതാണ് 9 വിദേശ ഉപഗ്രഹങ്ങൾ. PSLV ഉപയോഗിച്ചുള്ള 51ാം ദൌത്യവും കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച ശേഷമുള്ള ആദ്യ വിക്ഷേപണവുമായിരുന്നു ഇത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും ISRO ചെയർമാൻ K. ശിവൻ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ചർച്ച ചെയ്യാൻ CPIM സംസ്ഥാന സമിതിയും KPCC രാഷ്ട്രീയകാര്യ സമിതിയും ഇന്ന് യോഗം ചേർന്നു. സംസ്ഥാനത്തെ 1119 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ 8, 10, 14 തീയതികളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഉണ്ണിക്കുളത്ത് പീഡനത്തിനിരയായ നേപ്പാൾ ദമ്പതികളുടെ 6 വയസ്സുകാരിയായ മകളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടിയിപ്പോൾ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയെ സന്ദർശിച്ച ശേഷം ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആകാശവാണി ആലപ്പുഴ നിലയത്തിൽ നിന്നുള്ള മീഡിയം വേവ് പ്രക്ഷേപണം അവസാനിപ്പിക്കാനുള്ള പ്രസാർ ഭാരതിയുടെ തീരുമാനം ഒരാഴ്ചത്തേക്ക് മരവിപ്പിച്ചതായി ആലപ്പുഴ MP MA ആരിഫ്. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായും പ്രസാർ ഭാരതി CEO ശശി ശേഖറുമായും MP ടെലിഫോണിൽ ബന്ധപ്പെട്ട് വിഷയം ഉന്നയിച്ചിരുന്നു. പ്രസരണി അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. മന്ത്രിയും ആലപ്പുഴ MLAയുമായ ശ്രീ തോമസ് ഐസക് അടക്കം തീരുമാനത്തിനെതിരെ രംഗത്തുവന്നു. ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ പ്രസരണി അടച്ചുപൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ സംഘടന ആവശ്യപ്പെട്ടു. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി 4 ദിവസത്തേക്ക് കൂടി നീട്ടി. ബംഗളൂരു സെഷൻസ് കോടതിയാണ് കസ്റ്റഡി നീട്ടി നൽകിയത്. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ബിനീഷിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ED കാലാവധി നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചതോടെ NCB അപേക്ഷ പിൻവലിക്കുകയായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മണ്ണാറശാല ആയില്യം ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ആയില്യം നാളായ നാളെ പുലർച്ചെ 4-ന് നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി R. രവികുമാർ. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആയില്യം ഉത്സവം പരമ്പരാഗത ചടങ്ങുകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നടത്തുന്നത്. കോവിഡ് പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മണ്ണാറശാല മുഖ്യ കാർണവർ MK പരമേശ്വരൻ നമ്പൂതിരി ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യ പൂജാരിണി മണ്ണാറശാല അമ്മ ഉമാദേവി അന്തർജനത്തിന്റെ അനാരോഗ്യം മൂലം ആയില്യം എഴുന്നള്ളത്തും അമ്മ മാത്രം നടത്തുന്ന വിശേഷാൽ പൂജകളും ഈ വർഷം ഉണ്ടാകില്ല. കുടുംബക്കാരനവരുടെ നേതൃത്വത്തിലായിരിക്കും മറ്റ് പൂജകളും ചടങ്ങുകളും നടത്തുക. പൂയം ആയില്യം ദിവസങ്ങളിൽ തിരുവാഭരണം ചാർത്തിയാണ് പൂജകൾ നടത്തുന്നത്. പുണർന്നാളിലെ ദീപക്കാഴ്ചയും ഇതര കലാപരിപാടിയും ഉണ്ടാകില്ല. ആയില്യത്തോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലെത്തുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ വിജയത്തോടടുക്കുന്നു. ജോർജിയയിലും പെൻസിൽവാനിയയിലും നൊവാഡയിലും ബൈഡന്റെ ഭൂരിപക്ഷം ഉയരുകയാണ്. വിജയം ഉറപ്പിച്ചതായും 300 ഇലക്ട്രൽ വോട്ടുകൾ നേടുമെന്നും ജോ ബൈഡൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കി. 253 ഇലക്ട്രൽ വോട്ടുകളാണ് ബൈഡൻ ഇതിനകം നേടിയത്. പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് 213 വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. വിഖ്യാത അർജന്റീനിയൻ ചലച്ചിത്ര സംവിധായകൻ ഫെർണാണ്ടോ ഇ സൊളാനസ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് പാരീസിലെ ആശുപത്രിയിൽ 3 ആഴ്ചകളായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അദ്ദേഹത്തെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഫെർണാണ്ടോ സൊളാനസിന്റെ നിര്യാണത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ അനുശോചനം രേഖപ്പെടുത്തി. സ്വർണ്ണവിലയിൽ വർധന. പവന് 320 രൂപ കൂടി 38,720 രൂപയും ഗ്രാമിന് 40 രൂപ കൂടി 4,840 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 7,201 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,120 പേർക്ക് രോഗമുക്തി. 28 മരണം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 92.41%. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5,16,000 മുകളിൽ മാത്രം. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ISROയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-1 വിജയകരമായി വിക്ഷേപിച്ചു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ പീഡനത്തിനിരയായ 6 വയസ്സുകാരിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്നതായി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.